കാട്ടാളൻ. അത്രയ്ക്ക് മോശം പടം എന്നല്ല, ഇപ്പോൾ OTT വന്നിട്ടുണ്ട്, നമുക്ക് വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണിത്. രവി ബാസൂറിന് വേണ്ടിയിട്ട് ഈ മൂവി കാണാം. BGM മാത്രം മതി, വർത്താണ്. പിന്നെ നമുക്ക് ആകെ കൂടിയിട്ടൊരു സമാധാനം എന്ന് പറയുന്നത് 2 മണിക്കൂർ പടമുള്ളൂ, അതായത് 1 മണിക്കൂർ 58 മിനിറ്റ്. ഇതെങ്ങാനും ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയിരുന്നെങ്കിൽ ഒരു കണ്ടു തീർക്കാൻ എളുപ്പമല്ലായിരുന്നു. ഈ 1 മണിക്കൂർ 58 മിനിറ്റ് തന്നെ ഭയങ്കര, അതായത് സീന് ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിത് ഈ കണ്ട തന്നെയാണ് കാണുന്നത്, വലിയ കൊല്ലുക ഇതന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡ്യൂറേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മൂവിക്ക്. അത് നമ്മളെ പിടിച്ചിരുത്താനുള്ള സീന് അതില്ലാന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഭയങ്കര, എത്ര ഡ്യൂറേഷൻ കുറച്ചിട്ടും കാര്യമില്ല, അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും, ഭയങ്കര ലാഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡ്യൂറേഷൻ ഇതിൽ 1 അവർ 58 മിനിറ്റുള്ളൂ. പിന്നെ ഇതിൽ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇത്രയും വലിയ ബാനറിൽ നിന്ന് ഒരു മൂവി ഇറക്കുമ്പോൾ ഈ ആഡ് കുത്തിക്കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് ഫസ്റ്റ് ഈ മൂവി തുടങ്ങുമ്പോൾ ഈ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്താ, ഈ സിനിമയിലത്തെ സീനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ എടുത്ത് കാണിക്കുന്നത് ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പരസ്യം. അത് പടം തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഇവർ ഒരു പരസ്യത്തിൻ്റെ അതിങ്ങനെ താങ്ക്സ് എന്നിട്ടൊക്കെ കുറേ പരസ്യത്തിന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പടം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് ഒരു കുട്ടി ഓടി വരുന്നു, നോക്കുമ്പോൾ ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പരസ്യം. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറൊരു സീനിലുണ്ട് വേറൊരു ആഡിൻ്റെ പരസ്യം. അങ്ങനെ പരസ്യത്തിന് 5 കളിയാണ് ഇതിൽ. പോൾ ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന മൂവി, ഷെരീഫ് മുഹമ്മദിൻ്റെ ക്യൂബ് എൻ്റർടൈൻമെൻറ്റിൻ്റെ 2ാമത്തെ മൂവി. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, 50 crore ഇവർ അവകാശപ്പെടുന്നത് ഈ മൂവിയിൽ. പക്ഷെ അത് 50 crore ആ ഒരു ഇതൊന്നും നമുക്ക് ഒരു വിഷ്വലി നമുക്ക് കാണുന്നില്ല. ഓക്കെ, ടെക്നിക്കലി നല്ലൊരു മൂവിയാണ്, പക്ഷേ ഇതിൻ്റെ ഡയറക്ഷനും നല്ല രീതിയിൽ പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറിയിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റോറിയും കൂടിയാണ് ഇതിൻ്റെ. എന്താ വെച്ചാൽ ഈ പടം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലല്ല, നമുക്ക് ഒരേപോലത്തെ ഫൈറ്റ് ഫസ്റ്റ് തൊട്ടിട്ട് അവസാനം വരെ വെറും അടി വെടി ഇതന്നെയാണ് ഈ പടം മൊത്തം അവസാനം. പിന്നെ അതിൽ ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആൻ്റണി വർഗീസ് പെപ്പെ ഒരു സ്വാഗില്ല, ഒരു ഡയലോഗ് ഡെലിവറിയും ഒക്കെ വളരെ മോശം, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പോലെ. ഡയലോഗും വളരെ മോശമാണ്. അതുപോലെ ഓരോ സീനായാലും BGM ഇങ്ങനെ പട്ടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പടം തുടങ്ങുന്ന അവസാനം വരെ BGMൻ്റെ 5 കളിയാണ് ഇതിൽ. പക്ഷേ ഈ BGMനുസരിച്ചുള്ള സീനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അതാണ് കാട്ടാളൻ. പിന്നെ ഇതിൽ ഒരു സോങ് ഉണ്ട്, മല്ലിക എന്നൊരു സോങ് ഉണ്ട്, അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എടുത്ത് പറയാനുള്ളത് സുനിലിൻ്റെ ക്യാരക്ടർ ഇതിലേറ്റവും ബെസ്റ്റായിട്ട് ഇതിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതിലെ വില്ലനായിട്ടുള്ള സുനിലിൻ്റെ ക്യാരക്ടറാണ്. അതുപോലെ കബീർ സിംഗ്, അത് നമ്മളെ മാർക്കോലെ ഒക്കെ വില്ലനായിട്ട് ചെയ്തിട്ടുള്ളത് ആളും നന്നായിട്ടുണ്ട്, ജഗദീഷും നന്നായിട്ടുണ്ട്, ആൻസൺ പോളും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. തുഷാര വിജയനാണ് ഇതിൽ നായിക. പിന്നെ അതിൽ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതിൽ ഒരു ക്യാമിയോ അൽഫോൺസ് പുത്രൻ ആണ്, ആകെ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ആൾക്ക് സീനുള്ളൂ, പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അധോലോക നായകനായിട്ടാണ് ആൾ വരുന്നത്, നന്നായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട്, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ക്യാമിയോനെ കൊടുത്തിട്ട്. അയാളുള്ള ഒരു സ്റ്റാർഡം തന്നെ എടുത്ത് കളഞ്ഞ രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ അയാൾക്ക് കൊടുത്ത ഒരു സീന്. BGMന് വേണ്ടി മാത്രം കാണാം. രവി ബാസൂറിൻ്റെ ഒറിജിനൽ സ്കോർ ചാതി പെടയായിരുന്നു ഇതിൽ, ഇങ്ങനെ പെട്ട ഇങ്ങനെ പട്ടച്ചോണ്ടിരിക്കേണ്ടിയിരുന്നു രവി ബാസൂർ. സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡ് കാണിച്ച മുതൽ അവസാനം വരെ നമ്മളങ്ങനെ പിടിച്ചിരുത്തുന്നത് ഈ BGM ആണ്. ബാക്കി സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ഓരോന്നിങ്ങനെ തട്ടി കളയുക തന്നെയാണ് ഇതിൽ പരിപാടി. അതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു തന്നെ നമ്മൾ ആവർത്തനമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഇതുണ്ടല്ലോ, അതാണ് ഇതിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഓരോരുത്തരിങ്ങനെ കൊല്ലുക, വെടിവെപ്പ് കൊല്ലുക തന്നെ പരിപാടി, വേറെ പരിപാടിയില്ലേ. വെറും ഒരു ഫൈറ്റ് പടം ഓക്കെ, മാർക്കൊക്കെ അതും ഫുള്ള് ഫൈറ്റാണ് അതിൽ. പക്ഷേ അതിൽ സ്റ്റോറി ഉണ്ട്, അതിൽ നമുക്ക് ആ ഇമോഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ അവർ എടുത്തു വെച്ചിരിക്കുന്നത്, മേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് അത് നമുക്ക് കണ്ട് ഇതാവുന്നില്ല, ഇമോഷണലായിട്ട് കണക്റ്റ് ആവുന്നില്ല. അതാണ് ഈ പടത്തിൽ സംഭവിച്ചത്. വെറും ഇങ്ങനെ വരിക, കൊല്ലുക, അടുത്ത ആൾ വരിക, അടുത്ത ആളെ കൊല്ലുക. അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഓരോരുത്തരും ഇങ്ങനെ കൊന്നു തീർക്കുകയാണ് ഇതിൽ. അതാണ് ഈ പടം അവസാനം വരെ.
ഇപ്പോൾ OTT-ൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അത്രയും മോശമായിട്ടുള്ള പടമൊന്നുമല്ല. വൺ ടൈം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്.